എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ്. പല കാര്യങ്ങളിലും ഇവർ ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു. മുൻപും മക്കളെ കൊലപ്പെടുത്താൻ അമ്മ ശ്രമിച്ചുവെന്ന മൊഴികൾ അന്വേഷണ സംഘം തള്ളി. മകൾ പീഡിപ്പിക്കപ്പെട്ടുവെന്ന വാർത്തയറിഞ്ഞ അമ്മ മാനസികമായി തകർന്ന നിലയിലാണെന്നും പോലീസ് പറയുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരികയാണോ? മുൻപ് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഭർത്തൃവീട്ടുകാർ, കൂടാതെ തന്നെ ഇവരുടെ മകനും അത്തരത്തിൽ നമ്മളോട് ഒരു പ്രതികരണം നടത്തിയതാണ്. അത് പൂർണ്ണമായും പോലീസ് തള്ളുന്ന സാഹചര്യം എന്താണ്? അനുജ, ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു മുൻപുള്ളൊരു അറ്റംപ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. ഈ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, നമുക്ക് മാനസിക വെല്ലുവിളി ഉണ്ട് എന്ന തരത്തിൽ. പക്ഷേ പോലീസിന്റെ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും അങ്ങനെ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളായി ഉള്ളതായി, ചികിത്സിക്കേണ്ട അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താനായിട്ടില്ല. ഒരു പ്രശ്നമുള്ളത് ഇവർക്ക് വലിയ ആത്മവിശ്വാസക്കുറവുള്ളൊരു സ്ത്രീയാണ്. അതായത് സ്വന്തം മക്കളുടെ കാര്യം പോലും സ്വയമേ ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയാണ് എന്നാണ് പോലീസ് പരിശോധിച്ച ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ അച്ഛൻ്റെ കുടുംബം ഈ മക്കളെ പൂർണ്ണമായി ഏറ്റെടുത്ത് അവർ അങ്ങനെ ആ കുട്ടികളെ നോക്കിയത്. അതിലൊരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായിരുന്നു. തന്നെ ആ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തൽ. ഈ 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരിക. ഇപ്പോൾ പോലീസ് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ പോലീസിന് മുൻപിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മുൻവൈരാഗ്യം, അല്ലെങ്കിൽ ഈ വൈരാഗ്യത്തെ തുടർന്ന്, ഈ കുടുംബത്തിൽ നിന്നുണ്ടായ ഒറ്റപ്പെടലിനെ തുടർന്നുണ്ടായ വൈരാഗ്യം, ആ വൈരാഗ്യത്തെ തുടർന്ന് നടത്തിയ കൊലപാതകം, മകളെ കൊലപ്പെടുത്തുന്നത് വഴി ഈ കുടുംബത്തോട് അവർക്കൊരു പ്രതികാരം എന്ന രീതിയിൽ അവർ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഈ മകളുടെ പീഡന വാർത്ത അടക്കം പോലീസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ വലിയ നിസ്സംഗതയിലേക്ക് പോലീസ് എത്തുകയാണോ വിഷ്ണു? അത് സ്ഥിരീകരിച്ചോ പോലീസ്? അവർക്കറിയാമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് വിശദമായി അന്വേഷിച്ച് വരികയാണ്. അവർക്കൊരു നിസ്സംഗതയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളൊന്നും പോലീസിന് നൽകിയിട്ടില്ല. പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് അത്തരത്തിൽ അവർക്ക് അറിയാവുന്നതിൻ്റെ ഒരു സൂചനയും ഇതുവരെ അവർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ അവർക്ക് നേരത്തെ അറിയാമെങ്കിൽ അത് അവർ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിവരം പറഞ്ഞപ്പോൾ അവർ വലിയ നിസ്സംഗഭാവത്തിലായിരുന്നു. കാരണം അവർക്ക് അത്തരം ചില പ്രശ്നങ്ങൾ, അതായത് ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓവറായി എക്സൈറ്റഡ് ആവാത്ത, ഓവറായി ദേഷ്യം, അത്തരം ഒരു സ്വഭാവത്തിന് ഉള്ള ഒരാളാണ് അവർ. ആ സ്വഭാവം തന്നെയാണ് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്നുണ്ടായ നിരാശയൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിയെ ഇന്ന് 11 മണിയോടുകൂടി മുഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ് തെളിവെടുപ്പ്. അവിടെയാണ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. അതിനുശേഷം അവർ ഒറ്റയ്ക്ക് ആ ബസ് ഇറങ്ങി പോകുന്ന CCTV ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബസ് കയറിയ സ്ഥലത്തും ബസ് ഇറങ്ങിയ സ്ഥലത്തും ഇന്ന് തെളിവെടുപ്പ് നടത്തും. ആവശ്യമെങ്കിൽ കുട്ടിയെ വിളിക്കാൻ പോയ അംഗനവാടിയിലും തെളിവെടുപ്പ് നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആലുവയിൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയ്ക്കാണ് മാനസിക പ്രശ്നങ്ങളില്ല എന്നത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അവർ എന്നതാണ് പോലീസ് അറിയിച്ചത്.